മെയ് 11-ന് കൊളപ്പുള്ളിയിൽ വെച്ചായിരുന്നു രജനിയും സുഹൃത്ത് സുജയും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് പുറകിൽ പോലീസ് വാഹനം വന്നിടിച്ചത്. ഒറ്റപ്പാലം സിഐയും യൂണിഫോം ധരിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥനുമാണ് ജീപ്പിൽ ഉണ്ടായിരുന്നത്. അപകടശേഷം പോലീസുകാർ തന്നെ രജനിയെ ആശുപത്രിയിലെത്തിച്ചു. ചികിത്സാ ചിലവ് മുഴുവൻ വഹിക്കാമെന്നും കേസിന് പോകില്ലെന്ന് എഴുതി നൽകാനും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. ഇരുവരും അത് ചെയ്തു. എന്നാൽ പിന്നീടായിരുന്നു കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ആശുപത്രിയിലെ ബില്ലടയ്ക്കാതെ സിഐയും ഡ്രൈവറും മുങ്ങി. പിന്നീട് പോലീസുകാരെ ഒരുപാട് തവണ ബന്ധപ്പെട്ടപ്പോൾ 23,000 രൂപ ബിൽ തുകയിൽ പകുതി അവർ അടച്ചു. എന്നാൽ സ്കൂട്ടർ ഓടിച്ചിരുന്ന സുജയുടെ പേരിൽ പിന്നീട് പോലീസ് കേസെടുത്തു. ഇതേ തുടർന്ന് രജനിയും ഷൊർണൂർ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. അവര് ചികിത്സാ ചെലവ് വഹിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് കുറച്ച് പൈസയാണ് അവരടച്ചുള്ളൂ, ബാക്കിയുള്ള പൈസ അടച്ചില്ല. അത് ഞങ്ങളെ കൊണ്ട് അടപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്കിനി തുടർ ചികിത്സയ്ക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള നടപടി സ്വീകരിക്കണമെന്ന്. പോലീസ് വാഹനം ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് പുറകിലിടിച്ച് തെറിച്ചു വീണ രജനിയുടെ തലയിൽ 9 സ്റ്റിച്ചിട്ടിരുന്നു. നട്ടലിനും ഗുരുതരമായ പരിക്കേറ്റു. ഇതോടെ ദിവസവേതനക്കാരിയായ രജനി ദുരിതത്തിലായി. 6 മാസം വിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. എതിർകക്ഷികൾ പോലീസുകാർ ആയതിനാൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതിയിലായി കാര്യങ്ങൾ. കേസെടുത്താൽ ഇൻഷുറൻസ് തുകയെങ്കിലും ലഭിക്കും. അതിനും കരുണ കാണിക്കുന്നില്ല ഷൊർണൂർ പോലീസ്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.